7th സ്റ്റാൻഡേർഡ് മാത്സ് യൂണിറ്റ് 4 റെസിപ്രോക്കൽസ് ഒരു ചെറിയ ചാപ്റ്ററാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ആൻസേഴ്സാണ് ഇതിലുള്ളത്. നമുക്ക് ഫസ്റ്റ് എക്സസൈസിലേക്ക് പോകാം. പേജ് നമ്പർ 64. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Suma has 16 rupees with her. Safir has 4 rupees. What part of Suma's money does Safir have? How many times Safir's money does Suma have? സുമയുടെ കയ്യിൽ 16 രൂപയുണ്ട്, സഫീറിൻ്റെ കയ്യിൽ 4 രൂപയാണുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, സുമയുടെ കയ്യിലുള്ളതിൻ്റെ എത്ര പാർട്ടാണ് സഫീറിൻ്റെ കയ്യിലുള്ളത്? സുമയുടെ കയ്യിലുള്ളതിൻ്റെ എത്ര പാർട്ടാണ്, എത്ര ആണ് സഫീറിൻ്റെ കയ്യിലുള്ളത്, എത്ര ഭാഗമാണെന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ്. പിന്നെ രണ്ടാമത്തത്, ഹൗ മെനി ടൈംസ് സഫീർസ് മണി ഡസ് സുമ ഹാവ്? സഫീറിൻ്റെ കയ്യിലുള്ളതിൻ്റെ എത്ര മടങ്ങാണ് സുമയുടെ കയ്യിലുള്ളത്? അപ്പോൾ രണ്ട് തരത്തിലുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ എപ്പോഴും ഓർമ്മിക്കുക, പാർട്ട് പറയുമ്പോൾ നമ്മൾ വലിയ നമ്പർ ബൈ ചെറിയ നമ്പറാണ് എഴുതാം. നമ്മൾ പാർട്ട് പറയുമ്പോൾ ചെറിയ നമ്പർ ബൈ വലിയ നമ്പറാണ് എഴുതാം. ഹൗ മെനി ടൈംസ് പറയുമ്പോൾ നമ്മൾ വലിയ നമ്പർ ബൈ ചെറിയ നമ്പറാണ് എഴുതാം. രണ്ടും ഓർമ്മിക്കാം. പാർട്ട് പറയുമ്പോൾ നമ്മൾ ചെറിയ നമ്പർ ബൈ വലിയ നമ്പർ എഴുതും. ഹൗ മെനി ടൈംസ് എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ നമ്പർ ബൈ ചെറിയ നമ്പറാണ് എഴുതാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറിലോട്ട് പോവാം. സുമ ഹാസ് ₹16, സഫീർ ഹാസ് ₹14. പാർട്ട് ഓഫ് സുമാസ് മണി ദാറ്റ് സഫീർ ഹാവ്, ചെറിയ നമ്പർ ബൈ വലിയ നമ്പർ അല്ലേ. സുമയുടെ കയ്യിലുള്ളതിൻ്റെ നോക്കിയിട്ട് അതിൻ്റെ പാർട്ടാണ് ചോദിക്കുന്നത്. സഫീറിൻ്റെ കയ്യിൽ എത്ര പാർട്ടാണുള്ളത്? 4/16 എന്ന് പറയുമ്പോൾ നമുക്ക് 4ഉം 16ഉം 4ൻ്റെ ടേബിളിലാണ്. 4ഉം കട്ട് ചെയ്ത 1/4 ആണ് ആൻസർ വരിക. നമ്പർ ഓഫ് ടൈംസ് സഫീർ മണി സുമ ഹാസ്, സഫീറിൻ്റെ കയ്യിലുള്ളതിൻ്റെ എത്ര മടങ്ങാണ് സുമേൻ്റെ കയ്യിലുള്ളത്? വലിയ നമ്പർ ബൈ ചെറിയ നമ്പർ. 16/4 = 4. Question number 2. A large bag contains 9 kg of sugar. A small bag contains 6 kg. Weight of sugar in the heavier bag is how much times that in the lighter bag? അപ്പം നമുക്ക് നോക്കിയാൽ ഒരു കവറിനകത്ത് 9 കിലോഗ്രാമും ഉണ്ട്, ചെറിയൊരു കവറിൽ 6 കിലോഗ്രാമും ഷുഗർ ഉണ്ട്. അപ്പം നമ്മളോട് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ദ വെയിറ്റ് ഓഫ് ഷുഗർ ഇൻ ദ ഹെവിയർ ബാഗ് ഈസ് ഹൗ മച്ച് ടൈംസ് ദാറ്റ് ദ ലൈറ്റർ ബാഗ്? അതായത് ചെറിയ ബാഗിനേക്കാളും എത്ര കൂടുതലാണ്, എത്ര ടൈംസ് ആണ് വലിയ ബാഗിലുള്ളത്? ദ വെയിറ്റ് ഓഫ് ഷുഗർ ഇൻ ദ ലൈറ്റർ ബാഗ് ഈസ് പാർട്ട് ഓഫ് ദ ഹെവിയർ ബാഗ്. അതായത് വലിയ ബാഗിലുള്ളതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വലിയ ബാഗിലുള്ളതിൻ്റെ എത്ര പാർട്ടാണ്, എത്ര ഭാഗമാണ് ചെറിയ ബാഗിലുള്ളത്? ഇപ്പോൾ രണ്ട് ക്വസ്റ്റ്യനാണ്. ലാർജ് ബാഗ് കണ്ടെയ്ൻസ് 9 kg, സ്മോൾ ബാഗ് കണ്ടെയ്ൻസ് 6 kg. ദ വെയിറ്റ് ഓഫ് ഷുഗർ ഇൻ ദ ഹെവിയർ ബാഗ് ഈസ് ഹൗ മച്ച് ടൈംസ് ദാറ്റ് ഇൻ ദ ലൈറ്റർ ബാഗ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് ഹൗ മച്ച് ടൈംസ് എന്നുള്ള ക്വസ്റ്റ്യൻ കണ്ട ഉടനെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 9/6 വലിയ നമ്പർ ബൈ ചെറിയ നമ്പർ എന്ന് എഴുതാം. 3/2 കിട്ടും. 3/2 എന്ന് പറയുമ്പോൾ 1.5 ടൈംസ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ വെയിറ്റ് ഓഫ് ഷുഗർ ഇൻ ദ ലൈറ്റർ ബാഗ് ഈസ് വാട്ട് പാർട്ട് ഓഫ് ദാറ്റ് ഇൻ ഹെവിയർ ബാഗ്? ഹെവിയർ ബാഗിൻ്റെ എത്ര ഭാഗമാണ് നമ്മുടെ ചെറിയ ബാഗിലുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ നമ്പർ ബൈ വലിയ നമ്പർ 6/9 എഴുതും. 6ഉം 9ഉം, 6 എന്ന് പറയുമ്പോൾ 3/2 ആണ്, 9 എന്ന് പറയുമ്പോൾ 3/3 ആണ്. 3ഉം കട്ട് ചെയ്ത ആൻസർ 2/3 വരും. Question number 3. The weight of an iron block is 6 kg. The weight of another block is 26 kg. The weight of the lighter bag is what fraction of that of heavier bag? അതായത് ചെറിയ ബ്ലോക്ക് ഇതിൻ്റെ വലിയതിൻ്റെ എത്ര ഭാഗമാണെന്നാണ് ക്വസ്റ്റ്യൻ. പിന്നെ ഒന്ന്, ദ വെയിറ്റ് ഓഫ് ദ ഹെവിയർ ബ്ലോക്ക് ഈസ് ഹൗ മച്ച് ടൈംസ് ദാറ്റ് ഓഫ് ലൈറ്റർ ബാഗ്? ചെറിയ ബ്ലോക്കിനേക്കാളും എത്ര മടങ്ങാണ് വലിയതുള്ളത്? ഇപ്പോൾ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ദ വെയിറ്റ് ഓഫ് ഹെവിയർ ബ്ലോക്ക് 26ഉം വെയിറ്റ് ഓഫ് ലൈറ്റർ ബ്ലോക്ക് 6 kg ആണ്. വെയിറ്റ് ഓഫ് ലൈറ്റർ ബ്ലോക്ക് ഈസ് വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് ഓഫ് ഹെവിയർ ബ്ലോക്ക്? അപ്പോൾ വാട്ട് പാർട്ട് ഓഫ് എന്നുള്ളതാണ് ചോദിക്കുന്നത് അല്ലേ. അതായത് വലിയതും ചെറുതും തമ്മിലുള്ളതിൽ പറയാം, വലിയതിൻ്റെ എത്ര ഫ്രാക്ഷനാണ്, എത്ര പാർട്ടാണ് ലൈറ്റർ ബ്ലോക്ക് എന്നുള്ളത്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നോക്കി. വെയിറ്റ് ഓഫ് ലൈറ്റർ ബ്ലോക്ക്, ഇവിടെ അങ്ങനെ ക്വസ്റ്റ്യൻ തിരിച്ചും മറിച്ചും ചോദിക്കുന്ന ആ ഒരു സ്റ്റൈൽ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ സാധാരണ രീതിയിലുള്ള ക്വസ്റ്റ്യൻ മാതിരിയല്ല. വെയിറ്റ് ഓഫ് ദ ലൈറ്റർ ബ്ലോക്ക് ഈസ്, അതായത് ലൈറ്റർ ബ്ലോക്ക് വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് ഓഫ് ഹെവിയർ ബ്ലോക്ക്? അതായത് ഹെവിയർ ബ്ലോക്കിൻ്റെ എത്ര പാർട്ടാണ് ലൈറ്റർ ബ്ലോക്ക് എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്.
അപ്പോൾ അത് പാർട്ട്, ഫ്രാക്ഷൻ എന്ന് പറയുന്നത് പാർട്ട് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ നമ്പർ വലിയ നമ്പർ. 6 എന്ന് പറയുമ്പോൾ 2 × 3 വരും, 2 × 13 വരും, 2 × 2 കട്ട് ചെയ്ത് 3/13. അടുത്ത ക്വസ്റ്റ്യൻ, ദ ലൈറ്റ് ഓഫ് ദ ഹെവിയർ ബ്ലോക്ക് ഈസ് ഹൗ മച്ച് ടൈംസ് ദാറ്റ് ഓഫ്, ടൈംസ് കാണുമ്പോൾ തന്നെ കത്തണം അല്ലേ, വലിയ നമ്പർ ബൈ ചെറിയ നമ്പറാണ് വരിക. അപ്പോൾ 26/6, 26ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 13 ആണ്, 6ൻ്റെ പകുതി 3 ആണ്. മേലെ എഴുതിയത് തല തിരിച്ചിട്ടാൽ മാത്രം മതി, അപ്പോൾ തന്നെ ആൻസർ കിട്ടും. The length of a ribbon is 2/3 times the length of smaller ribbon. What part of the length of the ribbon is the length of the small ribbon? അപ്പോൾ നമുക്ക് ഇതിനകത്ത് ലെങ്ത് ഓഫ് റിബൺ ഒന്നും തന്നിട്ടില്ല. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ലെങ്ത് ഓഫ് എ റിബൺ ഈസ് 2/3 ടൈംസ് ഓഫ് ലെങ്ത് ഓഫ് സ്മോളർ റിബൺ. അതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ചെറിയ റിബണിൻ്റെ 2/3 ടൈംസ് ആണ്. ഈ 2/3നെ നമ്മൾ ഈ 2ഉം ഈ 3യും ഇൻറ്റു ചെയ്യുക, 2 × 3 ഇൻറ്റു ചെയ്യുക, അതിൻ്റെ മുകളിലത്തെ 2 പ്ലസ് ചെയ്യുക. അപ്പോൾ 2 × 3 6 + 2 എന്ന് പറയുമ്പോൾ 8/3 ടൈംസ് എന്നാണ് അത് വരിക. അപ്പോൾ ലെങ്ത് ഓഫ് റിബൺ എന്ന് പറയുമ്പോൾ 8/3 ഇൻറ്റു സ്മോൾ എന്ന് വരും, 8/3 ഇൻറ്റു സ്മോൾ. ലെങ്ത് ഓഫ് റിബൺ എന്ന് പറയുമ്പോൾ 8/3 ഇൻറ്റു സ്മോൾ എന്നാണ് വരിക. ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ടൈംസ് മാത്രമല്ല, വാട്ട് പാർട്ട് ഓഫ് ദ ലെങ്ത് ഓഫ് ദ ലാർജ് റിബൺ ഈസ് ദ ലെങ്ത് ഓഫ് സ്മോൾ റിബൺ. അതായത് വലിയ റിബണിൻ്റെ എത്ര ഭാഗമാണ് നമ്മുടെ ചെറിയ റിബൺ ഉള്ളത് എന്നുള്ളത്. ലെങ്ത് ഓഫ് റിബൺ എന്ന് പറയുമ്പോൾ 2/3 ടൈംസ് ഓഫ് സ്മോളർ റിബൺ ആണ്. ആ 2/3 എന്നുള്ളതിന് നമ്മൾ 8/3 എന്ന് മാറ്റിയതും. ഇനി നമ്മുടെ ലെങ്ത് ഓഫ് റിബൺ എന്ന് കാണാൻ വേണ്ടിയിട്ട് 8/3 × S ആണത് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ലെങ്ത് ഓഫ് സ്മോൾ റിബൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ലെങ്ത് ഓഫ് റിബൺ 8/3 × S ആണെങ്കിൽ ലെങ്ത് ഓഫ് സ്മോൾ റിബൺ എന്ന് പറയുമ്പം സ്മോൾ റിബണിൻ്റെ ഇതിൻ്റെ പാർട്ട്, അപ്പോൾ S എന്ന് പറയുന്നത് സ്മോൾ റിബണിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ S/8/3 × S എന്നാണ് വരിക. അതായത് സ്മോൾ റിബണും ലാർജ് റിബൺ, ലെങ്ത് ഓഫ് സ്മോൾ റിബൺ എന്ന് പറയുന്നത് നോക്കുക. അപ്പോൾ ആകെ ഉള്ളതിൻ്റെ, അതായത് സ്മോൾ ബൈ ലാർജ്, അതിൻ്റെ എത്ര ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ് എഴുതുക. അപ്പോൾ അവിടെയുള്ള എസ് ഇവിടെ ഒരു S ഉണ്ട്, ഇവിടെ ഒരു S കട്ടായി പോയാൽ പിന്നെ 3/8 ആണ് ബാക്കി ഉണ്ടാവുക. അപ്പോൾ ലെങ്ത് ഓഫ് സ്മോൾ റിബൺ ഈസ് 3/8 ഓഫ് ലെങ്ത് ഓഫ് ലാർജ് റിബൺ. വലിയ റിബണിൻ്റെ 3/8 പാർട്ടാണ് എന്തുണ്ടാവുക, സ്മോൾ റിബൺ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ബൈ.